തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. നാളെയാണ് വൃശ്ചികോത്സവത്തിന് കൊടികയറുക. ഇവിടെ നിരവധി വിശ്വാസികൾ ഭക്തർ ഇവിടേക്ക് എത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നിരവധി ഭക്തർ ഈ ഘട്ടങ്ങളിൽ ഇവിടേക്ക് എത്തുക പതിവാണ്. ഇവിടെയാണ് ആനകളെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നിരനിരയായി നിർത്തുക. 15ഓളം ആനകളാണ് കഴിഞ്ഞ വർഷം വരെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇളവ് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്കാണ് കോടതി പോയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 15 ആനകൾ എന്നുള്ളത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം 3 മീറ്റർ കൃത്യമായി പാലിക്കുമ്പോൾ ആനകളുടെ എണ്ണം കുറയും. ഇതേക്കുറിച്ച് ദേവസ്വം അധികൃതർ പറയുന്നത് കോടതി ഉത്തരവ് എന്താണോ അത് പാലിക്കുമെന്നാണ് ദേവസ്വം ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി വിധി എങ്ങനെയും അംഗീകരിക്കണമല്ലോ. അത് എല്ലാ പൗരന്മാരും കോടതി വിധിക്ക് അംഗീകരിച്ച് വേണ്ടേ മുന്നോട്ട് പോകാൻ. 15 ആനകൾക്ക് വേണ്ടിയുള്ള ചമയങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നെറ്റിപ്പട്ടമുണ്ട്, ആലവട്ടമുണ്ട്, വെഞ്ചാമുണ്ട്, മുത്തുക്കുടയുണ്ട്. അങ്ങനെ ആനകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ 15 ആനകൾ എന്ന നിലയിൽ അത് ആ നിലയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ വരുമെന്നത് ഇക്കാര്യങ്ങളിൽ പരിശോധിച്ച് തീരുമാനമെടുക്കും. അത് വേണ്ട വിധം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും ആ നിലയിൽ തന്നെ പൂർത്തിയായി വരികയാണ്. കാരണം വൃശ്ചികോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ വന്നൊരു പശ്ചാത്തലത്തിൽ വിശ്വാസികൾ അവർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. വിശ്വാസം അതിൻ്റെ രീതിക്ക് പോകണം, നിയമത്തിൻ്റെ വഴിക്ക് പോകണം. എത്രയോ കൊല്ലങ്ങളായി 15 ആനകളെ നിരത്തിക്കൊണ്ട് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ നിയമത്തിനെതിരായിട്ട് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. കോടതികൾ ഓരോ കാര്യം പറയാൻ നേരത്ത് ആ അമ്പലത്തിന് അതിൻ്റെ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, ആ രീതികൾ നോക്കണം. ആ ചിട്ടവട്ടങ്ങളിൽ കോടതിക്ക് പറയണ അകലുണ്ടോ എന്ന് നോക്കണ്ടേ. എല്ലാ ഭക്തർക്കും അത് വളരെയധികം ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാദ്യമേളങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ആനകളെ സംബന്ധിച്ചിടത്തോളം അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കോടതി എന്താണോ പറയുന്നത് അത് അനുസരിക്കും. ആ നിലയിൽ തന്നെ അതിനെ കാണുമെന്നാണ് അധികാരികളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആനകൾ ഉണ്ടാകണമെന്ന ആഗ്രഹവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ ആ ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുകയാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.